ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് കോൺടാക്ട്ലെസ് അറ്റൻഡൻസ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. നിങ്ങളിപ്പോഴും മാനുവലായിട്ട് തന്നെയാണോ അറ്റൻഡൻസ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതായത് ഇപ്പം രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് നമ്മളിപ്പോൾ ഓഫീസിലാവുക അല്ലെങ്കിൽ ഒരു സ്കൂളിലൊക്കെ രജിസ്റ്റർ ബേസ്ഡ് ആണോ നിങ്ങൾ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? സോ അതിനുള്ള സൊല്യൂഷനാണ് ബയോട്ടി സിസ്റ്റംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. IoT പവേർഡ് അറ്റൻഡൻസ് സിസ്റ്റമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള അറ്റൻഡൻസ് സിസ്റ്റം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയീസ് എൻ്റർ ചെയ്യുമ്പോഴും എക്സിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള അവരുടെ മൂവ്മെൻറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതുപോലൊരു ബ്ലൂടൂത്ത് ലോ എനർജി കാർഡ് എംപ്ലോയീസിനായാലും സ്റ്റുഡൻസിനായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിലൊരു പവർ ബട്ടൺ വരുന്നുണ്ട്. നമ്മൾ ഇനീഷ്യലി നമുക്ക് സോഫ്റ്റ്വെയറിൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോൾ എൻ്റർ ചെയ്യുന്നു എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ കാർഡ് കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ റിയൽ ടൈം ട്രാക്കിംഗ് ആണ്. ഇപ്പം സ്കൂള് അല്ലെങ്കിൽ കോളേജ്, ഓഫീസ് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മാനുവലായിട്ട് ഇരുന്ന് എഴുതുകയോ ഒന്നും ചെക്ക് ചെയ്യുകയൊന്നും വേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഒരാൾ എൻ്റർ ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതിനും ടൈം നമുക്ക് അറിയാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ഇൻഡോർ പൊസിഷനിങ് ആണ്. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടായിരിക്കും, സെക്കൻഡ് ഫ്ലോർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോൺഫറൻസ് റൂം, മീറ്റിംഗ് ഹാള്, അങ്ങനെ കുറേ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം എവിടെയാണ് ആ എംപ്ലോയി നിൽക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ക്ലൗഡ് ബേസ്ഡ് ഡാഷ്ബോർഡാണ്. അതായത് നമ്മളിപ്പോൾ ട്രാക്ക് ചെയ്യുന്ന റിപ്പോർട്ട്സ് കാര്യങ്ങൾ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ നമുക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് സെക്യൂരിറ്റീസും ആൻഡ് അലേർട്ട്സ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അൺഓതറൈസ്ഡായിട്ടുള്ള ആക്സസ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ERP ആൻഡ് പേറോൾ ഇൻ്റഗ്രേഷൻ നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യം ഇതിൽ മെയിൻലി നമുക്ക് വരുന്നില്ല. നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ്. അതുപോലെ തന്നെ മാനുവലി നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ടൈം അതിലൂടെ സേവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഇറേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ സിസ്റ്റം എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.